പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും മനമറിയും പരമനാഥൻ അരികിലുണ്ട്, പതറുകില്ല. മനമറിയും പരമനാഥൻ അരികിലുണ്ട്, പതറുകില്ല. നേടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. നേടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 47 സങ്കീർത്തനം 8 വാക്യം. ദൈവം ജാതികളെ ഭരിക്കുന്നു, ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇന്നത്തെ ലോകം വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. യുദ്ധങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മെ ചിലപ്പോൾ ഭയപ്പെടുത്തും. എന്നാൽ ഈ വചനം നമ്മെ ഒരു മഹത്തായ സത്യത്തിലേക്ക് നയിക്കുന്നു. ദൈവം ഇന്നും സിംഹാസനത്തിൽ ഇരിക്കുന്നു. രാജാക്കന്മാർ മാറിവരാം, ഭരണകൂടങ്ങൾ മാറിവരാം, സാഹചര്യങ്ങൾ മാറ്റപ്പെടാം. പക്ഷേ ദൈവത്തിൻ്റെ സിംഹാസനം ഒരിക്കലും മാറുന്നില്ല. ലോകത്തിലെ ശക്തനായ രാജാക്കന്മാർക്കും അവരുടെ അധികാരത്തിന് പരിധിയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ അധികാരം അതിരുകൾ ഇല്ലാത്തതാണ്. വചനം പറയുന്നു, ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു. സിംഹാസനം അധികാരത്തിൻ്റെ അടയാളമാണ്. ദൈവത്തിൻ്റെ സിംഹാസനം വിശുദ്ധമാണ്, നീതിയുള്ളതാണ്, സ്ഥിരവുമാണ്. ലോകത്തിലെ ഭരണകൂടങ്ങൾ അഴിമതിയിൽ തകർന്നേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ ഭരണത്തിൽ തെറ്റുപറ്റുകയില്ല. ഒരു കപ്പൽ കടലിൽ വലിയ കൊടുങ്കാറ്റിൽ കുടുങ്ങി. യാത്രക്കാരെല്ലാം ഭയന്നു. എന്നാൽ ഒരു ചെറിയ കുട്ടി ശാന്തമായിരിക്കുന്നു. ഒരാൾ ചോദിച്ചു, നിനക്ക് ഭയമില്ലേ? കുട്ടി മറുപടി പറഞ്ഞു, ഈ കപ്പലിൻ്റെ കപ്പിത്താൻ എൻ്റെ അച്ഛനാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും കൊടുങ്കാറ്റുകൾ മാറി മാറി വരാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പടക് കർത്താവാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ ഭയം കൂടാതെ പ്രതിസന്ധികളിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയും. സർവ്വലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെയും രാജാവായി സ്വീകരിക്കാം. നമ്മുടെ ഹൃദയം അവൻ്റെ സിംഹാസനത്തിനായി വിട്ടു നൽകാം. അവൻ നമ്മെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സംരക്ഷണയിൽ ജീവിക്കുവാനുള്ള കൃപ ഈ നാളുകൾ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.